CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കണമെന്നൊരു ആവശ്യം കൂടി ആരംഭിക്കുന്നുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അത്തരം നിയമകാര്യങ്ങൾ എന്താണ്? അജിംസ്, ആ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ KK രമയും RMP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സമീപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ P മോഹനൻ അല്ല എന്നുള്ള വിചാരണ കോടതി വിധിയെ ശരിവെക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് P മോഹനെതിരെ പ്രധാനമായും ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഗൂഢാലോചനയിൽ പങ്കെടുത്തത് പൂക്കട ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ആ സമയത്ത് ആ പൂക്കടയിൽ P മോഹനൻ ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കുന്നതിന്റെ ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെ ഹാജരാക്കുകയാണ് പ്രതിഭാഗം ചെയ്തിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി P മോഹനൻ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയും വെറുതെ വിടുകയും ചെയ്തത്. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ KK രമ പറഞ്ഞിട്ടുള്ളത് P മോഹനൻ അറിയാതെ അല്ലെങ്കിൽ CPMന്റെ ഉന്നത നേതാക്കൾ അറിയാതെ ഇങ്ങനെയൊരു കുറ്റകൃത്യം നടക്കില്ല എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ തന്നെയാണ് RMPയുടെയും TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയുടെയും തീരുമാനം. അതുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലെന്തായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായി തന്നെ ഏറ്റവും കേരളം ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും ഭയാനകമായ രീതിയിൽ കൊലപ്പെടുത്തിയ ഒരു കേസാണ് TP ചന്ദ്രശേഖരന്റെ. അതിന്റെ ഒരു കേസിന്റെ ഒരു തുടർ വിചാരണ അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ കൊലയാളി സംഘം എന്ന് പറയുന്ന കൊടിസുനി ഉൾപ്പെടെയുള്ള കൊലയാളി സംഘത്തിന് ജീവപര്യന്തവും പിഴയുമാണ് വിധിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് പരമാവധി വധശിക്ഷ നൽകണം, ഇത്രയും ക്രൂരമായൊരു കൃത്യം ചെയ്ത കാര്യത്തിൽ വധശിക്ഷ നൽകണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നടക്കാൻ പോകുന്ന വാദം. അതിനൊപ്പം തന്നെ 2 പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. അത് 10ാം പ്രതി KK കൃഷ്ണനും 12ാം പ്രതി ജ്യോതി ബാബുവുമാണ്. ഇവരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഇവർക്ക് വിചാരണ കോടതിയിലെത്തി കീഴടങ്ങുകയും ചെയ്തു. അതിൽ KK കൃഷ്ണൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകുന്നുണ്ട്. എന്നാൽ ജ്യോതി ബാബു ഹാജരാകുന്നില്ല. ജ്യോതി ബാബു അസുഖങ്ങളുള്ള ആളാണ്. മെഡിക്കൽ കോളേജിലാണ് ജയിലിലെത്തിച്ചെങ്കിലും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ജ്യോതി ബാബുവിനെ ചെയ്തിരിക്കുന്നത്. ഇവർക്കും ശിക്ഷ നൽകണമെന്നുള്ള കാര്യത്തിൽ കോടതി ഇന്ന് തീരുമാനമെടുത്തേക്കും. ഒരു പക്ഷേ ഈ KK രമയുടെ ഈ വാദവും, അതായത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള ഒരു വാദവും ഇവർക്കുള്ള ശിക്ഷാവിധിയും ഒരു പക്ഷേ ഒന്നിച്ചായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ ജയിൽ വാർഡന്മാരോടും പ്രൊബേഷണർ ഓഫീസർമാരോടും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിലെ ആരോഗ്യ അധികൃതരോടും ഉൾപ്പെടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അജിംസ്.